അപ്പം നമ്മളിന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. അപ്പം നമുക്കത് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ 24 hours ടെൻറ്റ് വെള്ളം ഒന്നും കുടിക്കാൻ പറ്റൂല. ഒന്നാതെ നമ്മുടെ ഇവിടെ തന്നെ ഭയങ്കര ചൂടാണ് ഈ കാലാവസ്ഥയിൽ. അപ്പം നമുക്കപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ടെൻറ്റ് വാ. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഇവിടുത്തെ വ്യൂ ആണ്. ഇനി നമുക്ക് നേരെ ടെൻറ്റിലേക്ക് പോവാം ഗായ്സ്. അപ്പോൾ നമുക്ക് ടെൻറ്റിൻ്റെ അകത്തോട്ട് പോവാം ഗായ്സ്. ഇതാണ് നമ്മുടെ ഒരു ടെൻറ്റ്. ഇവിടെ സാധിക്കുകയാണെങ്കിൽ അടിച്ച് പൊളിക്കും. ഞാൻ ആദ്യമേ കയറി സ്പ്രൈറ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടെ ടെഡി ബിയറിൻ്റെ അവിടെയാ എല്ലാം സെറ്റാക്കിയ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഗായ്സ് ഇതൊക്കെയാണ് ഗായ്സ്. ഇത് നല്ല ചൂടാണ്. നമുക്ക് ലൈറ്റ് നല്ല ചൂടുണ്ട്. ടെഡി ബിയർ കാണുന്നുണ്ടാന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് ഇവിടെ ബോറടിച്ചിരിക്കുകയാണ്. നമുക്ക് മിണ്ടി ചെയ്യാൻ പറ്റില്ല. വെള്ളം മാത്രമേ കുടിക്കാൻ നല്ലൊരു ഡിഫിക്കൽട്ടാണ്. വിശക്കുന്ന ഒന്ന് പിടിച്ച്. കേരളത്തിൽ നല്ല പൊരിഞ്ഞ ചൂടാണ്. അതെ അതെ, ഇപ്പൊ സഹിക്കാനേ പറ്റുള്ളൂ, അത്രക്കും ചൂടാ. ഇപ്പൊ മഴ പെയ്തിട്ട് നിന്നേ ഉള്ളൂ. ഇപ്പോ തട്ടിക്കൂട്ടി ചെയ്തേക്കാണ്. സ്പ്രൈറ്റ് കുടിക്കണ കണ്ടാണ് എനിക്കിതൊരു തുള്ളി ചോദിച്ചില്ല. എന്താ പിടി ഗൈസ്, സ്പ്രൈറ്റ് അല്ല കേട്ടോ, പച്ചവെള്ളമാണ്. ഞങ്ങളൊരു പ്രാങ്ക് ചെയ്തതാ. നമ്മുടെ ഇത് ചുന്തോടി നമുക്കൊരു എന്തോ മാറി. ഓക്കെ, നമുക്കപ്പോൾ നമുക്കിത് ഇതെവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെയൊക്കെ കാണിച്ചു തരാം. കാണാൻ പറ്റണ്ട, ഇവിടെയൊക്കെ ഫുൾ. അയ്യോ, അത് ഞാൻ വിശറി പോലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. നല്ല രസമുണ്ടെന്നാൽ ഇവിടെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെയൊക്കെ ഇവിടെ ഒരാൾ വെള്ളം കുടിക്കുകയാണ് ഗൈസ്. നമ്മുടെ ടെഡി ബിയറിൻ്റെ അവിടെയൊക്കെ ടോർച്ച് വെച്ചേക്കുന്നത് എല്ലാം കണ്ടു ഗൈസ്. നല്ല ബുദ്ധിമുട്ടാണ്. അതെ അതെ, ഇപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ ആയി കാണും. അത് ഞാൻ കാണിക്കാത്തതാണ്. അപ്പോൾ ഗൈസ് ഞാൻ ബോറടിച്ചിരിക്കുവാണ്. 10-20 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഞാനും സാദിഖ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങൾ ബോറടിച്ച് ടെൻറ്റിൽ കയറിയാൽ പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മൾ പറ്റണ അത്രയും നാളെ വരയ്ക്കും നമ്മൾ ഈ ടെൻറ്റിൽ ഇരിക്കണം. അതെ, നമുക്ക് പറ്റണ വരെ നമ്മളിവിടെ സർവൈവ് ചെയ്യണം. ഇതെന്താ ഗൈസ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് കൊണ്ട് ഗൈസ് ഇതിൻ്റെ ടെൻറ്റിൻ്റെ മറ്റേ അതുണ്ടായതാ. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ചെറുതായി, പിന്നെ എന്ന് വെച്ചാൽ കീറിയൊക്കെ പോയി ഇങ്ങനെ മുറിച്ചൊക്കെ വെച്ച് പിന്നൊക്കെ വെച്ച് ഒരുമാതിരി കൊള്ളൂലാണ്ടായിപ്പോയി. കവർ ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ടെൻറ്റ് വാങ്ങി. ഞാൻ പുതപ്പ് കിടക്കണ പുതപ്പ് വെച്ച് അമ്മാടെ നിന്ന് തെറി കേട്ടിട്ട് ഞാൻ എടുത്തത്. നല്ല തെറി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ കസിനാണ്. എൻ്റെ പേര് സാധികയാണ്. എൻ്റെ പേര് അഭിനവജിത്താണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം മാക്സിമം പറ്റണത്ര സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക നിങ്ങൾ. അതെ ഗൈസ്. അപ്പോൾ അതെ നമ്മളിവിടെ ഇവിടുത്തെ ആൾക്കാർ കൂളായിട്ടിരിക്കും. ഗൈസ് ഇവിടെ നിന്റെ തല മാറ്റി ഇവിടെ പൊള്ളി ചെയ്തിട്ടാണ്. നീ ഇങ്ങോട്ട് വാ, ഇല്ല നിന്നെ കാണാൻ പറ്റില്ല. അപ്പൊ ഗായ്സ് ഞങ്ങൾ ഇത് ഇവിടെ ഇരുന്ന് ബോറടിച്ചിരിക്കുക. അപ്പൊ ഗായ്സ് ഞങ്ങളൊരു കുറച്ച് ഇതൊക്കെ ചെയ്തിട്ട് വരാം. ഹലോ ഗായ്സ്. അപ്പൊ ഗായ്സ് ഏകദേശം ഒരു മണിക്കൂർ കിട്ടി സായി. നമുക്കപ്പോൾ റുബിക്സ് ക്യൂബ് ഒക്കെ ഉണ്ട്. നമുക്ക് വെള്ളവും റുബിക്സ് ക്യൂബാണ് ഇവിടെ ഉള്ളത്. വേറെയും കുറേ സാധനമൊക്കെ ഉണ്ട്, പിന്നെ എടുക്കും. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ട്. അതെ ഞാൻ ഒളിപ്പിച്ചല്ല വെറുതെ. അപ്പൊ ഗായ്സ് നമ്മൾ ഇപ്പം എന്താ ചെയ്യാന്ന് അറിയാൻ പറ്റില്ല, ബോറടിക്കാം. അതെ അതെ, ഇപ്പൊ ഏകദേശം സാധാരണ ഞാൻ വീട്ടിൽ പോയി ഭയങ്കര ടി വി കാണുന്നത്. ഇപ്പോൾ ഒരുമാതിരി ബോറടിച്ചിരിക്കുക. സാധാരണ എല്ലാവരെയും പോലെ തന്നെയാണ് ഞങ്ങൾ ടി വിയിലും അല്ലെങ്കിൽ ഞാൻ മറ്റേ മൈൻക്രാഫ്റ്റ് പ്ലെയറാണ്. ഞാൻ അത് ഏത് നേരം വരുന്നത്. ഇപ്പം കാണാറില്ല, എക്സാം ആയിരുന്നു.
എക്സാം ആയോണ്ട് ഇപ്പൊ വെക്കേഷൻ അതുകൊണ്ട് ഞാനിപ്പോ കാണും അതൊക്കെ. അപ്പൊ ഞങ്ങള് വെക്കേഷനില് കണ്ടുമുട്ടിയതാ. നമ്മള് കണ്ടുമുട്ടാൻ ആര് ഫ്രണ്ട്സ് കസിൻസ് ആണ്. എൻ്റെ അമ്മയുടെ അടിയത്തിയുടെ മോള. അപ്പൊ ഗായ്സ് നമുക്ക് പിന്നെ കാണാം. ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് വരാം ഗായ്സ് ആദ്യം ഉറങ്ങി എനിക്ക് വാ ഉറക്കായിരുന്നു. ഞാനും കുറെ ഉറങ്ങി. എത്ര മണിയായി? ഇപ്പൊ നമ്മള് ചലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പൊ 14 മണിക്കൂറായി. ഞാൻ 5 മിനിറ്റിൽ അതിപ്പോ എഡിറ്റ് ചെയ്തൊക്കെ ശരിയാണ് ഗൈസ്. അപ്പൊ നമ്മള് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. അതെ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം. അപ്പൊ എല്ലാരും വെള്ളം കുടിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതെ അതായത് സാധിക്കാതെ വെള്ളം കുടിക്കുക. ഞാൻ ഇച്ചിരി നമ്മള് സ്പ്രൈറ്റിന്റെ കുപ്പിയിൽ കുടിക്കുക. നല്ല ഇവിടെ വേറെ എന്തൊക്കെയൊക്കെ സാധനം ഉണ്ട്. ഇവിടെ കഴിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കഴിക്കാനാ നീ തള്ളി അങ്ങ് മറിക്കുക. ഇവള് എപ്പോഴും ഇങ്ങനെ വെറുതെ അങ്ങ് പറയും. ഓരോന്ന് അറിയില്ലെങ്കിൽ വെറുതെ പറഞ്ഞോണ്ടേ. ഇവിടെ കളിസാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റുബിക്സ് ക്യൂബ് പോലെ. അതെ ഗായ്സ് ഞങ്ങൾ ഈ വീഡിയോ ഞാൻ വെറുതെ ഇരുന്നോണ്ടിരുന്നു. അപ്പൊ കഥ പറയാം. ഞങ്ങൾ വെറുതെ ഇരുന്നോണ്ടിരുന്നപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ അവിടെ ഏറ്റൊരു സ്ഥലമുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ ടെൻറ്റ് കിടക്കണുണ്ട്. അപ്പം അതിൻ്റെ പാർട്സൊക്കെ മിസ്സിങ് ആയിരുന്നു. അപ്പം ഞങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കി. എന്നിട്ട് എന്തായെന്ന് വെച്ചാൽ തെറ്റിപ്പോയി. അപ്പം എൻ്റെ അച്ഛൻ എൻജിനീയറൊക്കെ, അതുകൊണ്ട് ഞാനും എൻ്റെ അച്ഛനും ദിവളം കൂടി ലോസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. പാർട്സ് ഇച്ചിരിയൊക്കെ ഫിക്സ് ചെയ്തു. അച്ഛനും ഒരുമാതിരി ഇങ്ങനെ ഇരുന്ന എന്തൊക്കെയോ എനിക്ക് പോലും അറിയില്ല. ലാസ്റ്റ് എൻ്റെ അച്ഛനുള്ളതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ടാണ് ചെയ്യും. പക്ഷെ 2-3 പാർട്സ് മിസ്സിംഗ് ആണ്. കറക്റ്റായിട്ട് വീട് അങ്ങനെ ആയിരുന്നു. എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഒന്ന് വിശ്രമിച്ചു. അപ്പൊ ഗായ്സ് ഞാൻ വിശറിട്ട് കാണാം. ബൈ ബൈ ഗായ്സ്. 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോഴും ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. ഒരു ഐഡിയ പോലും കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾ വെറുതെ എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയത്തില്ല. ഇത് കറക്കി കളിക്കാൻ. ഇത് ഭയങ്കര ഒരു എന്താ അറിയില്ല. ഫുഡും ഇല്ല, ചൂടുമാണ്. അറിയില്ല ഗൈസ്. കണ്ണൊന്നും കാണുന്ന കൂടി ഇല്ല. ഞാനാണെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് ശീലിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കില്ല. അമ്മയായിട്ട് വഴക്കാൻ നമ്മള് അതുകൊണ്ട് എടുക്കാറുണ്ട്. അതെ എപ്പോഴും എടുക്കാറൊക്കെ. എല്ലാ ദിവസവും എടുക്കും. റംദാനൊക്കെ വരുമ്പോ അതെ അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് അസ്സലാമു അലൈക്കും. സലാം. ഞങ്ങൾ മുസ്ലിം ആണ് കേട്ടോ. അല്ല കേട്ടോ, ഞങ്ങൾ ഹിന്ദുസ് ആണ്. എന്നാലും നമ്മൾ റംദാനൊക്കെ വരുമ്പോ നമ്മൾ നോയമ്പൊക്കെ എടുക്കും. അതെ എല്ലാവരും പോലെ ഞങ്ങളുടെ ക്ലാസ്സിലും എല്ലാവരും എടുക്കും. അപ്പൊ ഗായ്സ് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ബൈ. അതെ ഞാൻ ഇച്ചിരി കിടക്കട്ടെ. ഗായ്സ് രാത്രി ആയിരിക്കുവാണ്. ഇവിടെ വെട്ടമടിക്കണോണ്ട് നമുക്കിത് ഇങ്ങനെ വെക്കാൻ പറ്റൂല. കൈയൊക്കെ പിടിച്ച് വെക്കണം. ഇതൊരുമാതിരി ഭയങ്കര വെട്ടമായിട്ടിരിക്കണ സമയമാണ്. ഇത് ടോർച്ചിൻ്റെ ആണെങ്കിൽ ഭയങ്കര ലൈറ്റ്. ഉറങ്ങാനും പറ്റണല്ലോ. ഇതിങ്ങനെ വെക്കേണ്ട അവസ്ഥ തന്നെ. ഇവളിവിടെ കിടന്ന് ഉറങ്ങുവാണ്. നമുക്കിവിടെ തട്ടി ഉണർത്താൻ പാവം കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിവിടെ കിടക്കുക. ഉറക്കം വരാത്തപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ ഉറക്കം വരാത്തപ്പോൾ ഞാൻ ഇച്ചിരി നേരം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ വെറുതെ കുത്തിയിരിക്കുകയാണ്. ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണം. ഇതിങ്ങനെ വെക്കുമ്പോൾ ഫ്ലാഷ് ലൈറ്റ്, ഇതിങ്ങനെ വെക്കുമ്പോൾ കുഴപ്പമില്ല. ഇതെന്താണ്? നമുക്ക് ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി വീഡിയോ എടുക്കാം. അമ്മൂമ്മയുടെ ഫോണായതുകൊണ്ടാണ്. അപ്പം അവൾ വെറുതെ സുഖിച്ച് കിടക്കുക. മടിച്ച് കോലൊന്നും കാണട്ടോ. അവിടെ ഒന്നുമില്ല. ഞങ്ങൾ കടന്ന് മലന്നൊക്കെ ഇരിക്കുക. ഒന്നും ചെയ്യാനില്ല. ഞാനിവിടെ നീ ഉറങ്ങിയില്ല? ഞാൻ ഒട്ടും ഉറങ്ങിയില്ല.
ഇവിടെ ഉറങ്ങാറില്ല ഗൈസ്. ഗൈസ് രാത്രി ഗെയിം കളിക്കാനാണ് ഇവിടെ പതിവ്. പക്ഷെ ഞാൻ ഗെയിം കളിക്കൂല. നമ്മളെ ചാലഞ്ചിൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്റെ കൈ പൊള്ളിപ്പോയി ടോർച്ച് ഇല്ലെങ്കിൽ ഗൈസ് ഇതിങ്ങനെ ഇരിക്കണം ഗൈസ്. അപ്പൊ ഗൈസ് നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിങ്ങനെ ഇപ്പൊ നല്ല. അപ്പൊ ഗൈസ് നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ വീഡിയോ കൂടുതൽ ഇല്ല. എനിക്ക് വീഡിയോ വരാൻ ഇഷ്ടമല്ല. അതെ, എനിക്ക് അത്രയ്ക്കും താല്പര്യമൊന്നുമില്ല. എന്നാലും ഞാനൊരു അപ്പൊ മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്യണം. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും നേരം അത് ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഗൈസ്. ഇതല്ലാണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഇനി വരും. നിങ്ങൾ ഈ ഫ്രണ്ട് പേജ് നോക്കി ക്യാരക്ടേഴ്സിന്റെ പേര് അതെ ഗസ് ചെയ്യുക. ഇത് നോക്ക് കണ്ടോ ഗൈസ്, ഇവരെയൊക്കെ ഗസ് ചെയ്യുക. ഞാൻ അച്ഛൻ എനിക്ക് മേടിച്ചോണ്ട് വന്ന ബുക്കിൽ നിന്ന് കയറിയതാ. വീശാനില്ല ഈ വീടൊക്കെ പൊളിയാനായിട്ടോ നമ്മൾ കടന്നു. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. രാത്രി 11 മണിയായി. ഒട്ടും പറ്റണ ഗൈസ്. തലവേനൊക്കെ എടുക്കുക പറ്റുള്ളൊരു കണ്ണൊക്കെ ഗൈസ്. അപ്പൊ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പറ്റൂലെങ്കിൽ നമ്മൾ ഈ ചാലഞ്ച് എക്സിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ക്വിറ്റ് ചെയ്യും. പറ്റുള്ള അത്രയ്ക്ക് ഉറക്കത്തിലും ഞാൻ എഫേർട്ട് എടുക്കുവാണ്. ഇവളൊക്കെ മൂക്ക് മുട്ട ഉറങ്ങിയിരിക്കണേ. ഉറങ്ങാനേ പറ്റണല്ലോ. നോയമ്പായിരുന്നു, രാവിലെ തൊട്ട് തിന്നില്ല കേട്ടോ. അതിന്റെ ഇടയിലാ ചാലഞ്ച് കിട്ടിയ. നമുക്കിനി സബ്സ്ക്രൈബ് നമ്മള് ഇനി കമന്റ് ചെയ്യുക. അതേപോലെ നമ്മള് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി എടുക്കും. നിങ്ങൾ ആരും ഇവന്റെ അടുത്ത് എന്നെ പ്രാങ്ക് ചെയ്യാനൊന്നും പറയരുത് കേട്ടോ. ഇവിടെ എനിക്ക് മുട്ട മണി പ്രാങ്ക് ചെയ്യാൻ വേണേ പറഞ്ഞു കമന്റ് ചെയ്യരുത്. ഓക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വരാം. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ ഗൈസ് ഞങ്ങളൊരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇവിടെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യായിരുന്നു. ഇത്ര ചെയ്തിട്ടും ഭ്രാന്ത് പിടിക്കാം ഗൈസ്. നോയമ്പൊക്കെ തുറന്നിട്ടും ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ആ നോയമ്പ് തുറന്ന് എൻ്റെ ഫാമിലി എല്ലാവരും തോന്നിട്ടുണ്ട്, ഇവരുടെ ഫാമിലിയും തോന്നിട്ടുണ്ട്. ബട്ട് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഈ ടെൻറ്റിലിരിക്കാൻ വേണ്ടി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നമ്മുടെ അഭിനവജിത്ത് ഉറക്കാട് എന്നെ ഉറങ്ങിയിട്ട് പറഞ്ഞിട്ട് അവൻ കിടന്നിറങ്ങാം. നമ്മൾക്ക് സമ്മതിക്കാം അവൻ ഉറങ്ങാൻ. സമ്മതിക്കരുത്, അവന് എളുപ്പം. എന്താടി ഗൈസ് അവിടെ ഗൈസ് ഇവൻ എനിക്കിനി പറ്റൂല. ക്യാഷ് പ്രൈസ് ഉണ്ട് കേട്ടോ. അതെ നമ്മൾ ഗീവ് അവേ ഒക്കെ ഇനി നടത്തും ഗൈസ്. അപ്പൊ ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നാലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. വെള്ളം കുടിക്കാൻ എനിക്ക് ഒട്ടും പറ്റണ്ട ഗൈസ്. ഈ ഒരു കുപ്പി വെള്ളത്തിലാണ് നമ്മളൊരു 24 hours സർവൈവ് ചെയ്യണ്ട. കൂടുതൽ കുടിക്കല്ലേ, എനിക്ക് വെള്ളം നീ എന്ത് ചെയ്യണം ഇത്ര നേരം? റുബിക്സ് ക്യൂബ് ഇങ്ങനെ പറ്റടി. നീയൊക്കെ നല്ല ഉറങ്ങി ഗൈസ്. ഇവള് രാവിലെയൊക്കെ ഇരുന്ന് ഉറങ്ങായിരുന്നു. ഇപ്പൊ രാവിലെയൊക്കെ പ്ലാൻ പറഞ്ഞപ്പോ ഞാൻ നല്ല ഉറങ്ങിണ്ട് കേട്ടോ. നമ്മള് കൈയൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നോയമ്പ് തുറന്നപ്പോ നമ്മളൊന്നും കഴിച്ചിട്ടില്ലാണ്. എന്റെ കൈ നോക്കി ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ നോയമ്പ് തുറന്നപ്പോ ഒന്നും കഴിച്ചിട്ടില്ലാന്ന്. നമ്മളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. നീ കഴിച്ചോ? ഞങ്ങളൊരു ഡേറ്റ്സ് മാത്രം. നോയമ്പ് തുറക്കുമ്പോ അതെങ്കിലും കഴിക്കണ്ട. ഡേറ്റ്സ് വെള്ളവും മാത്രം കുടിച്ച് ഒരുപാട് എല്ലാം സമോസ എല്ലാം ഉണ്ടായിരുന്നു. കഴിക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. ഞങ്ങൾ വേഗം വന്നേ ഗായ്സ്.
ബോറടിച്ചിരിക്കുക, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന പൊട്ടിക്കട്ടെ. ഇവിടെ വെറുതെ ഗൈസ് ഞാനൊരു ഉഴപ്പാണ്. മീൻസ് വല്ലതും ഉണ്ടാക്കിയ പൊട്ടിക്കുന്നൊരു ശീലം എനിക്കുണ്ടല്ലേ. എന്തെങ്കിലും ഉണ്ടാക്കിയ അത് പൊട്ടി തരിപ്പണാക്കണം, എനിക്കൊരു ശീലമുണ്ട് കേട്ടോ. അയ്യോ ഗൈസ്, ഇവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ അല്ലേ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ സഹിക്കാനേ പറ്റുന്ന ഗൈസ് നമ്മുടെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാം കേട്ടോ. ഗൈസ് ഞാൻ ഇത്ര എത്തി. ഗൈസ് നല്ല സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ ആദ്യത്തെ വീഡിയോ ആണ്. ഗീവ് അവേ ഒക്കെ നമ്മൾ വന്ന വീഡിയോയിൽ നടത്തും, ഞാൻ പ്രോമിസ് തരിക. ഗീവ് അവേ നടത്തും ഗൈസ്. നിങ്ങൾ പറ്റുന്ന അത്ര സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾ ഗീവ് നല്ല നല്ല സാധനങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് സാധിക അബി ഒഫീഷ്യൽ ചാനലാണ് കേട്ടോ. ഗൈസ് നമ്മൾ ആദ്യത്തെ വീഡിയോ ആണെന്ന് അതെ ചുമ്മാ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മതി. പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം പറഞ്ഞു. ഞങ്ങൾ ഒരു തട്ടിക്കൂട്ട് ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങളെ ഇതൊന്ന് റീച്ച് ഒരു ലാക്ക് പോലും വേണ്ടൊരു അങ്ങനെ ഒരു നമുക്ക് പൈസ ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്യാം. ഫാൻസ് വേണം. അതെ അത് മാത്രം മതി. നമ്മൾ എന്റെ ഗോൾ എന്താണെന്ന് വെച്ചാല് നമുക്ക് ഡയമണ്ട് പ്ലേ ബട്ടൺ അടിക്കണം ഗൈസ്. അത് നമുക്ക് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ മാക്സിമം പുറത്തു പോകുമ്പോ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ പൊട്ടിത്തെറിപ്പണ. അതെ നമ്മുടെ വരുന്ന വീഡിയോസിലൊക്കെ ഇതേപോലെ വീഡിയോ ഇടും ഗൈസ്. ഈ ക്രാഫ്റ്റിംഗ് വീഡിയോ, ബ്ലൈൻഡ് ബാഗ് ഒക്കെ ഉണ്ടാക്കും. ബ്ലൈൻഡ് ബാഗ് ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്ന് വെച്ചാൽ ഓരോ സാൻഡ്രിയോ വേണോന്നൊക്കെ കമന്റ് ചെയ്യാം. സാൻഡ്രിയോ ഫാൻസ് കമന്റ് ആണ്. നമ്മുടെ എന്താ പറയാ, കവായ് സ്റ്റിക്കേഴ്സ് ഒക്കെ ഗീവ് അവേക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പറ്റുന്നത്ര പേര് വീഡിയോ വരുന്നതായിരിക്കും കവായ് സ്റ്റിക്കേഴ്സ്. അതെ അതെ, മാക്സിമം നോക്കുക. നമുക്ക് അൺബോക്സിങ് ഒക്കെ കാണിക്കാം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ പറ്റാണ്ട് ഇരിക്കുക, കണ്ണൊക്കെ ഇങ്ങനെ നിൽക്കണം. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം ഇപ്പൊ 16 മണിക്കൂറൊക്കെ നോക്കട്ടെ. എത്ര മണിയായി ഗൈസ്? 16 മണിക്കൂർ സർവൈവഡ് ചെയ്തു. ഒരു മിനിറ്റ് ഗൈസ്. കണ്ട ഗൈസ്? ഓക്കെ ഗൈസ്, അപ്പം നമുക്കിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് പോവാം. ടൈം അറിയില്ല. അപ്പം നമുക്ക് എല്ലാം അങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റൂലെന്ന് വെച്ചാൽ വീഡിയോ ലോങ് ആയി പോകും. അതുകൊണ്ട് നമുക്ക് പറ്റണത്ര നമ്മൾ ഷോർട്ടാക്കാണ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് എങ്കിലും ചെയ്യാം, സബ്സ്ക്രൈബ് മാത്രം ചെയ്യാണ്ടിരിക്കരുത്. ആദ്യമായിട്ട് തുടങ്ങുന്നുണ്ട്, അതിൻ്റെ അകത്ത് തെറ്റൊക്കെ ഉണ്ടാവും, അത് ക്ഷമിക്കണം ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഗൈസ് ക്ഷമിക്കണം. ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് കുറ്റമൊന്നും പറയരുത്. കുറ്റം പറയാൻ കമന്റ്സ് ഒന്നും ഇടരുത്, നമുക്കത് നല്ല വിഷമാണ്. അങ്ങനെ ഒരാളെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. അത് നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു കമന്റ് ബോക്സ് തന്നേക്കുക. പരമാവധി നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഒട്ടും പറ്റിയിട്ട് കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പം നമ്മൾ പറ്റണത്ര സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഗൈസ്. ഞാൻ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാം. അതെ അപ്പം നമുക്ക് ഇവനാണ് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ നല്ല ബുദ്ധി കേട്ടോ. അതെ ഗായ്സ്. അപ്പം ഞാൻ ബോറടിച്ചിരിക്കും. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. ഓ ഗായ്സ്, എൻ്റെ കണ്ണൊക്കെ അടഞ്ഞിരിക്കുക. കുറേ നേരമായി ആ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം ഇവിടെ വന്നു. അത് പറ്റാണ്ട് ഇപ്പം ഇരിക്കുക. നല്ല പിച്ച് കേട്ടോ ഗായ്സ്. ഇവള് കുറേ നേരം എണീക്കാണ്ടിരിക്കണം. അവിടെ അമ്മങ്ങി കിടക്കണ എൻ്റെ എല്ലാം വേർതിരിക്കുക. ചൂടെടുത്ത് വയ്യ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ബ്ലാങ്കറ്റ് ഒക്കെ
അമ്മമ്മ കൊണ്ട് തന്നു. ഓ ഗായ്സ്, വെള്ളം ദേ തീരാറായി. ദേ ഞാൻ കാണിച്ചു തരാം. എവിടെ വെള്ളം ഗായ്സ്? ദേ വെള്ളം ഇത്രയേ ഉള്ളൂ. ദേ ഗായ്സ്, നിങ്ങൾ ക്ലിയർ ഇല്ല എന്ന് പറയരുത്. ഇത്രയേ ഉള്ളൂ ഗായ്സ്, ചെറിയ വെള്ളം. ഗായ്സ് ഇപ്പം പറ്റാണ്ടിരിക്കുക. ഇനി നമുക്കെത്ര 3-4 മണിക്കൂറും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ച് ഇവിടെ വെച്ച് തീരും. ടോർച്ച് കൈ പിടിക്കേണ്ട അവസ്ഥ. ഗായ്സ് ഇപ്പം പറ്റാണ്ടിരിക്കുക. ടോർച്ചിൻ്റെ ബാറ്ററി ആണെങ്കിൽ കുറഞ്ഞു ഇരിക്കുക. ഇപ്പോൾ സംസാരിക്കണമെങ്കിൽ ഇതിങ്ങനെയൊക്കെ വെച്ച് നമ്മൾ സംസാരിക്കേണ്ട ആരാണത്. ഇപ്പോൾ ഭയങ്കര പ്രഷറിയിരിക്കുക. എന്നാലും അതൊന്ന് നിങ്ങളടുത്ത് കാണിച്ചിട്ട് നമ്മൾ കാണിക്കാം. ഞങ്ങൾ ഈ പോസ് എടുക്കുന്നത് എന്തിനാ? പോസ് എടുത്താൽ നല്ല 10 മിനിറ്റ്സ് ഒക്കെ റെസ്റ്റ് ചെയ്തിട്ട് വരാമെന്നാണ്. റെസ്റ്റ് അല്ല ശരിക്കും, ഞങ്ങൾ പ്രഷറിലിരിക്കുകയായിരുന്നു. അയ്യോ, നല്ല ചൂട്. ഇവൾക്ക് ഇവിടെ ഇവിടെ എന്ത് പറഞ്ഞാലും അപ്പോൾ ഒരു ചിരിയാണ്. ഇങ്ങനൊരു ചിരിയാ ഗായ്സ്. ഇവിടെ ഞങ്ങൾ പറ്റാണ്ടിരിക്കുക. അപ്പം ഒരു ഓപ്ഷനും ഇല്ല. ഇപ്പം 21 മണിക്കൂർ കഴിഞ്ഞു ഗൈസ്. അതെ 3-4 മണിക്കൂറോ 3 മണിക്കൂറുണ്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇവിടെ കുറച്ച് നേരം 3 മണിക്കൂറും കൂടിയേ ഉള്ളൂ. അപ്പം ഞാനും സാധിക്കും ഇവിടെ ഇങ്ങനെ നിൽക്കുക. ബാറ്ററി തീർന്നു. എൻ്റെ ബാറ്ററി ഒക്കെ ഇച്ചിരി ഉള്ളു ഗായ്സ്. നല്ല എഫക്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം തീർന്നു. നിങ്ങൾ തന്നെ കണ്ടേ. അതേ ഇതിവിടെ വെച്ചാൽ മതി, ഇതിങ്ങനെ ഇരിക്കും ഗായ്സ്. ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമുക്ക് ഇനി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിക്കാം ഗായ്സ് ബാക്കിയുള്ള വിഷ്വൽസ്. അപ്പോൾ ഗായ്സ് 1 മണിക്കൂർ ഗായ്സ്. അപ്പം നമ്മുടെ ചാലഞ്ച് കഴിയാറായി. ഇനി കുറച്ച് നേരം കൂടി. അപ്പോൾ ഗായ്സ് നമ്മുടെ ചലഞ്ച് തീരാറായിട്ടോ ഗായ്സ്. നമ്മുടെ ചലഞ്ച് ഇതോ ഇനി 2 മിനിറ്റും കൂടിയേ ഉള്ളു. ഇറങ്ങി ഗായ്സ്. അപ്പം നമുക്ക് ഇവിടെ നിൽക്കുകയാണ്. ഇനി 1 മിനിറ്റ് ഇതാ ഗായ്സ് സമയം കഴിയാറായിരിക്കുകയാണ് ഗായ്സ്. അപ്പം നമ്മുടെ ഇതിപ്പോൾ കഴിയുന്നതേ ഗായ്സ് ചാലഞ്ച് കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. ചാലഞ്ച് കംപ്ലീറ്റ് ആയിരിക്കും. കുറേ നേരമായി ഞാൻ പുറത്തിറങ്ങിയ വിഷ്വൽസ് ഗായ്സ്. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ടെൻറ്റിൽ ഇതിങ്ങനെ ഇരിക്കണ ഈ സ്ഥലത്ത് നമ്മളിത് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക ഗായ്സ്. നമ്മുടെ ചലഞ്ച് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എനിക്ക് പറയാൻ പറ്റുള്ള ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നിട്ടുണ്ടായി. അപ്പോൾ ഗായ്സ് നമ്മൾ ഇനി അടുത്ത വീഡിയോ കാണാം. നാളെ കവായ് സ്റ്റിക്കേഴ്സാണ് വെയിറ്റ് ചെയ്യുക. അതെ നാളെ അല്ല, വരാൻ പോണ ദിവസങ്ങളിൽ നാളെ മറ്റേ കവർ സ്റ്റിക്കേഴ്സൊക്കെ വരും. അപ്പോൾ അതിന് അൺബോക്സിങ് വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗായ്സ്. അപ്പോൾ ആ ബെൽ ബട്ടൺ അടിച്ചങ്ങ് ക്ലിക്ക് ചെയ്യണം കേട്ടോ ഗായ്സ്. അപ്പം നമ്മളുടെ ചലഞ്ച് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്കിനി അടുത്ത ചലഞ്ച് നിങ്ങൾ കമൻറ്റ് പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ. സൈനിങ് വിത്ത് സാദിക അബി ഒഫീഷ്യൽ ചാനൽ. ബൈ.